അത് വേണമെന്നില്ല, ഞാൻ കയറിയിരുന്നിട്ടുള്ള എടുത്തോളാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ അനദർ ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈവനിങ് ആകുമ്പോഴേ ചെറുവണ്ണൂർ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വിളിച്ചപ്പോൾ ഇറങ്ങുക കേട്ടോ. അപ്പം നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗേറ്റ് അടിക്കുന്നതാണ് കേട്ടോ. ആര് ഗേറ്റ് അടയ്ക്കും എന്നുള്ളത് ഇവിടുത്തെ എപ്പോഴും പ്രശ്നമാണ്. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ചിന്നു, അല്ലെങ്കിൽ ഇമ്മ, അങ്ങനെ മാറി മാറി. അധികം ഞാനോ ചിന്നു അതിലാരെങ്കിലും ആവും അടയ്ക്കുക. അപ്പം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ പോകുമ്പോൾ. ഇപ്പം ചെറുവണ്ണൂരിൽ ബ്ലോക്ക് കഴിഞ്ഞ് അങ്ങോട്ട് എത്തണമെങ്കിൽ എന്തായാലും ഒരു 3/4 മണിക്കൂർ കഴിയും കേട്ടോ, എത്ര നേരത്തെയാണെന്ന് പറഞ്ഞാലും. അപ്പോൾ അപ്പച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഇവിടെ എത്തി അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി. ബ്ലോക്കൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഇത് ഈ സൈഡിൽ കാണുന്ന ഈ കടയില്ലേ, ഇതാണ് നമ്മളെ ചാലിയാർ ഫുഡ് കോർട്ട്. ഇതാരാണ്? ഈ കടയുടെ ഉദ്ഘാടനം ഇന്നലെയായിരുന്നു കേട്ടോ, ഇനാഗ്രേഷന്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടേബിളൊക്കെ ഒപ്പിച്ചു അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ഇമ്മ മാത്രമേ ഈ ബ്രോസ്റ്റഡ്, ബിരിയാണി, നെയ്ച്ചോറ് ആ ഒരു സംഭവങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ നമുക്ക് വല്ല പഴംപൊരിയോ ബോണ്ട, ഉള്ളിവട ആ ഒരു എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി പോയൊക്കെയായിരുന്നു. നമുക്കൊരു പപ്സും നമ്മളൊക്കെ ബ്രോസ്റ്റഡ് ഐറ്റംസും വാങ്ങി കഴിച്ചു. ഇങ്ങനെ അവരെ വീട്ടിലിറക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ ആയിഷു ഇറങ്ങാൻ കൂട്ടാക്കിയില്ല കേട്ടോ. ആയിഷുവിനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ബീച്ചിൽ പോകാൻ പ്ലാൻ ഇട്ട് എല്ലാവർക്കും കൂടെ. അവൾ അത്രയും കച്ചറായിരുന്നു. അതിലിപ്പോൾ കയറാഞ്ഞിട്ട് അതിലേറെ അങ്ങനെ. പിന്നെ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലാട്ടോ എത്തിയത്. കോഴിക്കോട് ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. പോരാത്തതിന് സൺഡേയും കൂടെ അല്ലേ. അപ്പോൾ നല്ല തിരക്കായിരുന്നു. നമുക്ക് കാറ് പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മളൊരു കോർണറിൽ ഇറക്കിക്കാണ്ട് ഓൻ പോയിട്ടോ. അപ്പം നമ്മളവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഫസ്റ്റ് കണ്ട സ്റ്റാളാണിത്. ഇതിൽ ഈ ഫസ്റ്റ് കണ്ട പയ്യനും അവൻ്റെ കൂടെ ഒരു ഗേളും ഉണ്ട്. അവർ രണ്ടാളും കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനം, പിന്നെ ഇവിടുന്ന് നോർമലായിട്ട് കിട്ടിയ കുറച്ച് സാധനം. ആയിഷുണ്ടതേ അൽഫാം ഉണ്ടാക്കാനുള്ളതല്ല നല്ല മുച്ചിന് കോയിന്റെ കാലും, കോയിന്റെ കാലും ഉണ്ടല്ലേ. അങ്ങനെ കുറച്ചു നേരം പിന്നെ നമ്മളെല്ലാവരും എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് കുട്ടികളെ കളിയൊക്കെ കണ്ടിങ്ങനെ ചിരിച്ച് കഥയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. കുറച്ചു നേരം ഇങ്ങനെ രസമാണല്ലോ. ഇപ്പം ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിക്കട്ടെ, ആരോട് പറയില്ല. ഞാൻ ഇങ്ങനെ കടലിങ്ങനെ നോക്കി നിന്നപ്പോഴേക്കും ഇങ്ങനെ തോന്നുക, പണ്ട് നമ്മളെ ഫ്രണ്ട്സായിട്ട് വന്നതും, അത് കഴിഞ്ഞ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കപ്പിളായിട്ട് ഇങ്ങനെ വന്നതും, അത് കഴിഞ്ഞ് ഇപ്പോൾ സ്വന്തമായിട്ട് കുട്ടിയൊക്കെയായിട്ട് ഫാമിലി ആയിട്ട് വരുന്നതും, എന്തൊരു പെട്ടെന്ന് ആ സമയമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും വിശ്വസിക്കാൻ വയ്യ ഞാൻ ഇത്രത്തോളം വലുതായി എന്നുള്ളത് കേട്ടോ. ചിലപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കാണുന്ന ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ വലുതായി, 10th എത്തി, +2 എത്തി. അപ്പോഴും ഓരോ വലുതായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ, ഞാൻ വലുതായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ തിരിച്ച് നടക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബലൂൺകാരെ കാണുന്നത്. അപ്പോൾ ആയിഷുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഹൈഡ്രജൻ ബലൂൺ. അപ്പോൾ ആയിഷുവിനും റോവൊക്കെ ഓരോ ബലൂണൊക്കെ വാങ്ങി അവർ കൂടുതൽ വീണ്ടും കളിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളൊരു കുടുംബക്കാരെ കാണുന്നത്. ആ സമയത്ത് എനിക്കിങ്ങനെ തോന്നി, നമ്മൾ ആദ്യം വാങ്ങിയ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് 1-2 ചാൻസും കൂടി കൂടുതലിടാം, അപ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും അവരുടെ അടുത്ത് പോയിട്ട് 1-2 ചാൻസും കൂടി കൂടുതൽ വാങ്ങിയിട്ടോ. ഇതാണ് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.